ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗത്തിൻ്റെ ആദ്യത്തെ 34 ശ്ലോകങ്ങളുടെ ശ്ലോകപാരായണവും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു വിവരണം. എന്ന് വെച്ചാൽ ആദ്യത്തെ അധ്യായം അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തൊട്ടാണ് നന്നായിട്ട് പഠിച്ചു പോകേണ്ടത്. അപ്പം ചെറുതായിട്ടൊരു വിവരണം നമ്മളെല്ലാവരും പഠിച്ചു പോയി അല്ലേ. ഇനി നമുക്ക് 35ാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ. മധുസൂദന എന്ന് വെച്ചാൽ ഭഗവാന്റെ വേറെ ഒരു പേരാണ് അല്ലെ. മധുസൂദന, കൃഷ്ണ, ഞാൻ ഇവരാൽ വധിക്കപ്പെട്ടാലും, ഘനതോപി എന്ന് വെച്ചാൽ ഞാൻ ഇവരാൽ വധിക്കപ്പെട്ടാലും, അപ്പി ത്രൈലോക്യ രാജ്യസ്യ 3 ലോകത്തിന്റെയും, ത്രൈലോക്യ എന്ന് വെച്ചാൽ 3 ലോകത്തിന്റെയും ആധിപത്യം എനിക്ക് കിട്ടിയാലും, ഏതാന ഹന്തുമിച്ഛാമി ഞാൻ ഇവരെ ഹത്യ ചെയ്യാൻ ഇച്ഛിക്കുന്നില്ല. ഹന്തും എന്ന് വെച്ചാൽ വധിക്കാൻ, ഹത്യ ചെയ്യാൻ ഇച്ഛിക്കുന്നില്ല. ഹേതു കിം नु മഹീകൃതേ, പിന്നല്ലേ ഈ ഭൂമിക്ക് വേണ്ടി. അപ്പൊ ഇവിടെ അർജുനൻ വിഷമിച്ചാണല്ലോ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ പറയുന്നത് അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല, അപ്പൊ മാനസികമായിട്ട് യോജിക്കുന്നില്ല. അതാണ് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജകുമാരനായ അർജുനൻ ക്ഷത്രിയധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് അല്ലെ. പക്ഷെ അതിൽ നിന്ന് വികാരത്തിന് അടിമപ്പെട്ട് ഓരോ ന്യായങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശരിക്കും ധർമ്മ സംരക്ഷണത്തെക്കാളും ബന്ധുജന സംരക്ഷണത്തിനാണ് അർജുനൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. 36. നിഹത്യധാർത്ത രാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാ ജനാർദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ. ഇവിടെ അർജുനൻ പറയുന്നത് നിഹത്യധാർത്ത രാഷ്ട്രാന്നഃ എന്ന് വെച്ചാൽ ജനാർദന, കൃഷ്ണ, ഈ ധാർത്തരാഷ്ട്ര എന്ന് വെച്ചാൽ ധൃതരാഷ്ട്രയുടെ മക്കൾ, അവരെയാണ് ധാർത്തരാഷ്ട്രാൻ. പാണ്ഡുവിന്റെ മക്കളെ പാണ്ഡവർ, ധൃതരാഷ്ട്രയുടെ മക്കളെയാണ് ധാർത്തരാഷ്ട്ര എന്ന് വിളിക്കുന്നത്. അപ്പൊ ധാർത്തരാഷ്ട്രന്മാരെ വധിക്കാൻ, നിഹത്യ വധിച്ചിട്ട്, കാ പ്രീതിസ്യ ജനാർദന എന്ത് സന്തോഷമാണ് കിട്ടുന്നത്, ജനാർദന എന്ത് സന്തോഷമാണ് കിട്ടുന്നത്. പാപമേവാശ്രയേദസ്മാൻ, പാപം തന്നെ ഫലം അല്ലെ. ഹത്വൈതാൻ ആതതായിനഃ. ആതതായിന എന്ന് വെച്ചാൽ ധർമ്മശാസ്ത്രം നിയമം അനുസരിച്ച് ക്ഷത്രിയരിൽ ആതതായികളെ വധിക്കാൻ ബാധ്യസ്ഥരാണ് അവര്. എന്നുവെച്ചാൽ ആതതായിന എന്ന് വെച്ചാൽ തന്നെ ഇവർ ആതതായിനകളാ അല്ലെ. ആതതായിന എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ വീടിന് തീ വെക്കുന്നവരെ ആതതായിനകളെന്ന് പറയും. പിന്നെ ഭക്ഷണപാനീയങ്ങളിൽ വിഷം കലർത്തുന്നവര്, അതുപോലെ ആയുധം പ്രയോഗിക്കുന്ന എന്ന് വെച്ചാൽ ഒരാളുടെ കൈ ആയുധമുണ്ട്, മറ്റൊരാളുടെ കൈ ആയുധം ഇല്ല, അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ, നിരായുധനായി നിൽക്കുന്ന ഒരാളുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ ആയുധമില്ലാത്തവരുമായിട്ട് യുദ്ധം ചെയ്താൽ അവരെ ആതതായിനകളെന്ന് പറയും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ധനം അപഹരിക്കുന്നവരെന്ന് വെച്ചാൽ തെറ്റ് കണക്കുകളൊക്കെ എഴുതി നമ്മൾ ധനം സമ്പാദിച്ചാൽ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അന്യന്റെ ഭൂമി അപഹരിച്ചാൽ, വേണ്ടാത്ത കൃത്രിമ രേഖയൊക്കെ ഉണ്ടാക്കി, നമുക്കറിയാലോ നാട്ടിലൊക്കെ ഓരോ ഇതൊക്കെ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ അന്യന്റെ ഭൂമി അപഹരിച്ചാൽ അവരെയൊക്കെ ആതതായിനകളെന്ന് പറയും. അതുപോലെ തന്നെ അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കിയാലും. അപ്പം അവരെയൊക്കെ ആതതായികളായിട്ടാണ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. ഇവിടെ ധാർത്തരാഷ്ട്രന്മാർ ആതതായിനകളാ അല്ലെ. എന്തുകൊണ്ട്? എന്താന്ന് വെച്ചാൽ ആ ഹസ്തിനാപുര രാജ്യം ഈ 2 സഹോദരന്മാരുടെ മക്കൾക്കുള്ളതാണ്. പക്ഷെ അവര് പാണ്ഡുവിന്റെ മക്കൾക്ക് കൊടുക്കാതെ ധൃതരാഷ്ട്രയുടെ മക്കൾ മാത്രം കൈവശം വെച്ചിരിക്കുക. അവർ ആതതായിനകളാണ്, അവര് വധിക്കപ്പെടേണ്ടവർ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല. ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ആ ഒരു പിന്മാറാൻ നോക്കുക, സ്വജനങ്ങളെന്നും പറഞ്ഞ് ആ ഒരു വിഷമത്തിലാണ് അർജുനൻ നിൽക്കുന്നത്. അടുത്ത 37ാമത്തെ ശ്ലോകം. തസ്മാന്നർഹാ വയം ഹന്തും
ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖേന സ്യാമ മാധവ എന്നുവെച്ചാൽ തസ്മാനർഹ വയം ഹന്തും. ഇതുവരെയും അഹം അഹം എന്നും പറഞ്ഞാണ് സംസാരിച്ചോണ്ട്. എന്നുവെച്ചാൽ ഞാൻ അഹം എന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റിൽ ഞാൻ. ഇവിടെ വന്ന് വയം എന്ന് പറയും. ഇപ്പം കൂട്ടുപിടിച്ചിരിക്കുക. ഇപ്പം നമ്മൾ തന്നെ കാണത്തില്ല, ഒരു എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോൾ, പരിപാടികൾ ചെയ്യുമ്പം പൊളിറ്റിക്സിലായാലും ആദ്യം അവരവരായിട്ട് പറയാം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ആരും ഞാൻ എന്ന് പറയും. സപ്പോസ് ആ ഒരു അവർ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, ഒരു ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ കുറേ പരിശ്രമിച്ചു, പിന്നെ ഞങ്ങളാവും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ അർജുനനും തസ്മാനർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ. ധാർത്തരാഷ്ട്രന്മാര് ഞങ്ങളുടെ ബന്ധുക്കളാണ്, സ്വബാന്ധവാൻ അല്ലെ, ബന്ധുക്കളായതുകൊണ്ട് തസ്മാനർഹ വയം ഹന്തും ഞങ്ങളെ അവരെ കൊല്ലാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ സ്വജനം ഹി കഥം ഹത്വ, സ്വജനങ്ങളെ എങ്ങനെ കൊല്ലാൻ പറ്റും? സുഖിന ശ്യാമ മാധവ, എങ്ങനെ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റും? സുഖിന ശ്യാമ മാധവ, മാധവ കൃഷ്ണ, ഞങ്ങൾ എങ്ങനെ സുഖമായിട്ട് ജീവിക്കും സ്വജനങ്ങളെ വധിച്ചിട്ട്? അതാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ ഒരു ശങ്കയിലാണ് അർജുനൻ. കൃഷ്ണനോട് പറയുന്നത് അതാണ്, ഈ ബന്ധുക്കളായ കൗരവന്മാരെയൊക്കെ ഞങ്ങൾ വധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇത് പറയുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 38, 39 ഒരുമിച്ചാണ് ശ്ലോകങ്ങൾ, അത് നോക്കാം. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. അപ്പൊ ഇവിടെ 38ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, യദ്യപ്യതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം അല്ലെ. അപ്പൊ ലോഭം കൊണ്ട് വിവേകം നശിച്ച ഇവര് കുലക്ഷയം, കുലങ്ങൾ ക്ഷയിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളും അതുപോലെ മിത്രങ്ങളെ ദ്രോഹം ചെയ്താൽ ഉണ്ടാകുന്ന പാപങ്ങളെ കുറിച്ചോ അവരറിയുന്നില്ല. അത് അവരെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ 39 പറയുവാണ്. കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്വാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർ ജനാർദ്ദന. പക്ഷെ ജനാർദ്ദന കൃഷ്ണ, കുലനാശത്താൽ ഉണ്ടാവുന്ന ദോഷങ്ങളെ വ്യക്തമായി അറിയാവുന്ന ഞങ്ങൾ ഈ പാപത്തിൽ നിന്ന് പിന്മാറേണ്ടതാണ് അല്ലെ. കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷം, ആ ദോഷത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറേണ്ടതാണ്. അതാണ് അർജുനന്റെ വാദം. അപ്പൊ അർജുനൻ കൂടുതൽ ശക്തമായി ഓരോന്നുമായിട്ട് വരുവാണ് അല്ലെ. ആദ്യമൊക്കെ നമ്മൾ കണ്ടായിരുന്ന ദേഹം തളരുന്നു, ദേഹത്തുണ്ടാകുന്നൊക്കെയായിരുന്നു. പിന്നെ നിമിത്തങ്ങളെ പിടിച്ചു അല്ലെ, ഓരോന്നും പിടിച്ചു. ഇപ്പൊ വന്നിട്ട് അവർക്ക് വിവേകവും ഇല്ല, പക്ഷെ ഞങ്ങൾക്കുണ്ടല്ലോ കുലങ്ങൾ ക്ഷയിച്ചാൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ. അപ്പൊ അതാണ് അർജുനൻ പറയുന്നത്. അപ്പൊ അർജുനൻ കൂടുതൽ ശക്തമായി തന്നെ തന്റെ അഭിപ്രായത്തെ ന്യായീകരിക്കുകയാണ്. അന്യരുടെ സ്വത്തിൽ അത്യാഗ്രഹമുള്ള ധാർത്തരാഷ്ട്രന്മാര് സ്വജനങ്ങളെ വധിച്ചാൽ ഉണ്ടാകുന്ന പാപങ്ങളെ പറ്റി അറിയുന്നില്ല അല്ലെ. പക്ഷെ ഞങ്ങൾ ബോധവാന്മാരാണല്ലോ. അതുപോലെ കുലനാശം കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തെ അതിനെക്കുറിച്ചും ഞങ്ങൾക്കറിയാം. ഇതെല്ലാം ദോഷകരമാണ്. അതുകൊണ്ട് ഞങ്ങൾ ബോധ്യവാനാണ്. അതുകൊണ്ട് പിന്മാറാനാണ് താല്പര്യം. അതാണ് അർജുനൻ ഇവിടെ. ഇനി 40ാമത്തെ ശ്ലോകം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമ്മ സനാതനഃ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുത. ഇവിടെ പറയുന്നത് കുലക്ഷയ പ്രണശ്യന്തി. അപ്പം കുലങ്ങൾക്ക് ക്ഷയം സംഭവിച്ചാൽ കുലങ്ങൾ നശിച്ചു പോകും അല്ലെ. കുലക്ഷയെ പ്രണശ്യന്തി, കുലങ്ങൾ ക്ഷയിക്കുവാണെങ്കിൽ നശിച്ചു പോകുവാണ്. കുലധർമ്മ സനാതന എന്ന് വെച്ചാൽ സനാതനമായ, സനാതനം എന്ന് വെച്ചാൽ ശാശ്വതമായ, എന്നും നിലനിൽക്കുന്ന അല്ലെ. സനാതന ധർമ്മം എന്നും നിലനിൽക്കുന്ന. അപ്പൊ ആ സനാതനമായ കുലധർമ്മങ്ങൾ തന്നെ നഷ്ടമാകും. എങ്ങനെ? ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം. അപ്പം ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ മുഴുവനും തീർച്ചയായും അധർമ്മം ബാധിക്കും അല്ലെ. അപ്പൊ ഇവിടെ അർജുനൻ ധർമ്മത്തിന് പുതിയൊരു വ്യാഖ്യാനമാണ് തരുന്നത്. കുലം നശിക്കുമ്പോൾ
അതോടൊപ്പം കുലധർമ്മവും നശിക്കുന്നു. അപ്പൊ കുലധർമ്മം നശിച്ചാലോ നമ്മുടെ ആ ഒരു രാഷ്ട്രത്തിന് തന്നെ ഭീഷണിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ സമൂഹത്തിൽ അധർമ്മം കൂടുകയും ചെയ്യും. അപ്പൊ ഈ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും നമ്മൾ കുലത്തെ സംരക്ഷിക്കേണ്ടതാണെന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. 41-ാമത്തെ ശ്ലോകം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായത്തെ വർണ്ണസങ്കരഃ. എന്നുവെച്ചാൽ കൃഷ്ണ അധർമാഭിഭവാത് കൃഷ്ണ അല്ലെ, അധർമ്മം വർദ്ധിക്കുമ്പോൾ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ. പ്രദുഷ്യന്തി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, പ്രദൂഷൺ, ഹിന്ദിയിൽ എസ് എഴുതാനൊക്കെ കാണുമല്ലോ. പ്രദൂഷൺ എന്ന് വെച്ചാൽ പൊല്യൂഷൻ. അപ്പൊ ഇവിടെ കുലസ്ത്രീകൾ ദുഷിച്ചു പോകുന്നു. സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ. വാർഷ്ണേയ എന്ന് പറയുന്നത് ഭഗവാൻ വൃഷ്ണികുലത്തിലാണ്. ഇവിടെ കുലം കൊണ്ടുവരുക. ഭഗവാനെ വൃഷ്ണികുലത്തിൽ ജനിച്ച കൃഷ്ണനാണ്. അപ്പൊ അതിനാണ് വാർഷ്ണ ഓർമ്മിപ്പിക്കുക. ജായത്തെ വർണ്ണസങ്കരഃ എന്നുവെച്ചാൽ കുലസ്ത്രീകള് ദുഷിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വർണ്ണസങ്കരം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ജായത്തെ വർണ്ണസങ്കരം എന്ന് വെച്ചാൽ, വർണ്ണസങ്കരം എന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ ഇല്ലാതായിയാണ് ചെയ്യുന്നത്. യുദ്ധമുണ്ടായാൽ ധാരാളം യുവാക്കളായിരിക്കും മരണപ്പെടുന്നത്. അപ്പോൾ അവരുടെ യുവതികളായ ഭാര്യമാരും കുട്ടികളും എല്ലാം അനാഥരാകും അല്ലെ. വിധവകളുടെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. അപ്പൊ സമൂഹത്തിൽ ചൂഷണം ചെയ്യാൻ തുടങ്ങും ആൾക്കാർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ വർണ്ണസങ്കരം സംഭവിക്കും. അതാണ് ഇവിടെ അർജുനൻ പറയുന്നത്. പിന്നെ 42 സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. അപ്പൊ ഇവിടെ ഈ 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ സങ്കരം സംഭവിക്കുകയാണ് അല്ലെ. സങ്കരം, വർണ്ണസങ്കരം സംഭവിക്കുക എന്ന് വെച്ചാൽ മിശ്രസന്തതികള് അങ്ങനെ വരുമ്പം കുലഘ്നാം വംശഘാതകരുടെയും വംശത്തിന്റെയും തന്നെ നരകപ്രവേശനമായിരിക്കും. പിന്നെ ഇവരെല്ലാം പോയി നരകത്തിലായിരിക്കും പതിക്കുന്നത്. പതന്തി പിതരോഹേഷം, പിതൃക്കളെല്ലാം പോയി നരകത്തിലായിരിക്കും വീഴുന്നത്. അവര് ലുപ്തപിണ്ഡോദക ക്രിയാഹ, അവര് നമുക്ക് ചെയ്യുന്ന ശ്രാദ്ധം ഇതെല്ലാം അവർക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇതെവിടെ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, കുലസ്ത്രീകൾ ദുഷിച്ചു പോയാൽ അവരിൽ ഉണ്ടാകുന്ന സന്തതികളിൽ ചെയ്യുന്ന ഈ ഉദകക്രിയകളും ശ്രാദ്ധതർപ്പണാദികളും മരിച്ചുപോയ പിതൃക്കൾക്ക് അത് ചെയ്യുമ്പോൾ അത് നിഷ്ഫലമായി തീരും. എന്താണെന്ന് വെച്ചാൽ വർണ്ണസങ്കരമാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. രക്തബന്ധത്തിലുള്ളവർ ചെയ്യുമ്പോഴേ പിതൃക്കൾക്ക് ഒരു ഫലം കിട്ടത്തുള്ളൂ. അല്ലാത്തവർ സങ്കലനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് ഇല്ല. അതുകൊണ്ട് അവർ നരകത്തിലായിരിക്കും പതിക്കുന്നതെന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. പിന്നെ അടുത്ത 43 ദോഷൈരേതൈ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ഇവിടെ പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ 43-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ കുലനാശം സംഭവിക്കുമ്പോൾ എന്താന്ന്, കുലധർമ്മങ്ങളും നശിക്കപ്പെടുന്നു. ശാശ്വതമായ ജാതിധർമ്മങ്ങളും അതുപോലെ ഉത്സാദ്യന്റെ ജാതിധർമ്മ കുലധർമാശ ശാശ്വതമാ. അപ്പോൾ ശാശ്വതമായ കുലധർമ്മങ്ങളും ജാതിധർമ്മങ്ങളും നശിക്കപ്പെടുന്നു അല്ലെ. വർണ്ണസങ്കരം എല്ലാം സംഭവിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ കുലം നാശം സംഭവിക്കുമ്പോൾ ക്രമേണ സംസ്കാരം തന്നെ നശിക്കുക അല്ലെ ഇടവരുമെന്ന് അർജുന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇപ്പൊ തലമുറകളായി കൈമാറി വന്ന സാംസ്കാരിക പൈതൃകം കുലനാശനം കാരണം നശിക്കുമെന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത് 43-ാമത്തെ ശ്ലോകത്തില്. പിന്നെ 44-ാമത്തെ ശ്ലോകം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസഃ ഭവതിത്യനുശുശ്രുമ. അപ്പൊ ഇവിടെ ഈ 44-ാമത്തെ ശ്ലോകത്തിൽ പറയുവാണ്, കുലധർമ്മം ചെയ്യാതെ നശിച്ച മനുഷ്യര് എന്നും നരകത്തിൽ തന്നെ വസിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതാണ് നരകേ നിയതം വാസ ഭവതിത്യനു ശുശ്രുമ. ശുശ്രുമ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാന്റെ അടുത്ത് അർജുനൻ ഓരോന്നും പറയുന്ന ഭഗവാൻ മൗനം പാലിച്ചിരിക്കുക അല്ലെ. അപ്പം കുലധർമ്മം അനുഷ്ഠിക്കാത്ത മനുഷ്യർ നരകത്തിൽ തന്നെ സ്ഥിരമായി താമസിക്കേണ്ടി വരുമെന്ന്
പൂർവികർ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഭഗവാനോട് അർജുനൻ പറയുവാണ്. ഭഗവാൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് കുലത്തിനെതിരായുള്ള യുദ്ധം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കരുതെന്ന് ഭഗവാനോട് അർജുനൻ പറയുന്നത്. പിന്നെ അടുത്ത 45 ശ്ലോകം നോക്കാം. അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യതാം. ഇവിടെ 45 ശ്ലോകം. അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യതാ. എന്നുവെച്ചാൽ അഹോ കഷ്ടം. ഇവിടെ അഹോ ബദ എന്ന് വെച്ചാൽ അഹോ മഹാകഷ്ടം എന്ന് പറയുക. മഹത് പാപം കർത്തും വ്യവസിതാവേ മഹാപാപം ചെയ്യാൻ ഒരുമ്പെട്ട് ഇറങ്ങിയല്ലോ ഞങ്ങളെന്നും പറഞ്ഞു. എന്താന്ന് വെച്ചാൽ രാജസുഖലോഭേന ഈ രാജസുഖത്തിന്റെ വേഗിനിയാണല്ലോ ഹന്തും സ്വജനമുദ്യത സ്വജനങ്ങളെ വധിക്കാൻ തയ്യാറായല്ലോ എന്നോർത്ത് അർജുനന് ഭയങ്കര വിഷമം തോന്നുവാണ്. അതാ അഹോബദ മഹത് പാപം, അയ്യോ കഷ്ടം, മഹാപാപം ചെയ്യാൻ ഞങ്ങൾ വയം എന്ന് വെച്ചാൽ അഗൈൻ ഞങ്ങൾ ഒരുമ്പെട്ട് ഇറങ്ങിയല്ലോ സ്വജനഹത്യ ചെയ്യാനായിട്ടെന്ന്. അപ്പൊ ഇവിടെ അർജുനൻ സ്വജനങ്ങളെയാണ് മുറുക്കെ പിടിച്ചിരിക്കുന്നത്. ധർമ്മത്തെക്കുറിച്ചൊക്കെ മറന്നുപോയി. ഇത്രയും നാളും കൊച്ചിലേ തൊട്ട് അച്ഛന്റെ മരണശേഷം ഇവരനുഭവിച്ച വിഷമങ്ങളെല്ലാം മറന്നുപോയി. ഈ ധാർത്തരാഷ്ട്രന്മാർ ഇവരെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്, ഇവരെ പലതവണ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം അർജുനൻ മറന്നുപോയി. ഇവിടെ വന്നപ്പം എല്ലാം സ്വജനങ്ങളാണ്, അതാണ് മനസ്സിൽ നിൽക്കുന്നത്. ഈ കുരുവംശം മാത്രമേ ഉള്ളൂ അർജുനന്റെ മനസ്സിൽ, ഇപ്പം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പം ആ ഒരു സ്വജനധർമ്മം മറന്നിട്ട് സ്വജനങ്ങളെന്നും പറഞ്ഞുകൊണ്ടാണ് അർജുനൻ കൂടുതലും നിൽക്കുന്നത്. പിന്നെ അടുത്തത് 46 യദി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. 46 യദി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. എന്നുവെച്ചാൽ അപ്രതീകാരം അശസ്ത്രം എന്നുവെച്ചാൽ നിരായുധനായി, ശസ്ത്രങ്ങളൊന്നും ഇല്ലാതെ നിരായുധനായി യുദ്ധം ചെയ്യാതെ നിൽക്കുന്ന എന്നെ ശസ്ത്രപാണയ ധൃതരാഷ്ട്രരണേ എന്ന് വെച്ചാൽ ധൃതരാഷ്ട്രന്മാര് വധിക്കുവാണെങ്കിൽ എനിക്ക് അത് തന്നെ ആയിരിക്കും ക്ഷേമം. അവർ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ആയിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഞാൻ നിരായുധനായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്നെ അവര് ആയുധധാരികളായ ധാർത്തരാഷ്ട്രന്മാര് കൊല്ലട്ടെ, അത് തന്നെയാണ് എനിക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ടാണ് അർജുനൻ ഇവിടെ നിൽക്കുന്നത്. ഭഗവാൻ ഒരക്ഷരം മിണ്ടാതെ മൗനം പാലിച്ചാണ് നിൽക്കുന്നത്. അർജുനൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക തന്റെ വിഷമങ്ങളെല്ലാം, അല്ലേ? ഇനി അവസാനത്തെ ശ്ലോകമാണ് 47. സഞ്ജയ് ഉവാച ഏവ മുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. എന്നുവെച്ചാൽ സഞ്ജയൻ ഇത് ധൃതരാഷ്ട്ര മഹാരാജാവിനോടാണ് പറയുന്നത്. ഏവ മുക്ത്വാർജുന സംഖ്യ, അർജുനൻ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് കുറെ നേരമായിട്ട് ഭഗവാനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്റെ അമ്പും വില്ലും വിസൃജം സശരം ചാപ്പം അമ്പും വില്ലും ഒക്കെ അവിടെ വെച്ചിട്ട് താഴെത്തട്ടി വെച്ചിട്ട് ശോകസംവിഘ്ന മാനസ വിഷമിച്ച് തേരത്തട്ടിൽ രഥോപസ്ഥ ഉപാവിശത് രഥത്തിൽ അവിടെ ഇരുന്നു. വിഷമിച്ച് ശോകം സംവിഘ്ന മാനസ എന്ന് വെച്ചാൽ ഭയങ്കര ദുഃഖത്താൽ അവശനായ അർജുനൻ തേരത്തട്ടിൽ ഇരുന്നു. ഇത് ഈ കാര്യങ്ങൾ സഞ്ജയൻ ധൃതരാഷ്ട്രയോട് വർണ്ണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ അധ്യായം തീരുവാണ്. പിന്നെ ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോ ധ്യായഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. അതുപോലെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇപ്രകാരം ശ്രീമദ് ഭഗവത്ഗീത രൂപമായ ഉപനിഷത്തിൽ നിന്നാണ്, അതാണ് ആ ഒരു ഭാഗം. ബ്രഹ്മവിദ്യ യോഗശാസ്ത്രം ശ്രീകൃഷ്ണന്റെ അർജുനന്റെയും സംവാദമാണെന്നും അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ നമ്പറുമാണ് തന്നിരിക്കുന്നത്. ആ ഒരു വിവരണമാണ് ഈ അവസാനം. ഇവിടെ ബ്രഹ്മവിദ്യായാം എന്ന് വേണം പറയാൻ കേട്ടോ. ഈ ബ്രഹ്മ അല്ല ബ്രഹ്മ,
അമ്മ എന്ന് പറയുന്ന അനുനാസിക. ക ഖ ഗ ഘ ങ ലാസ്റ്റ് വൺ. ച ച ജ ഛ ഞ അഞ്ഞ. അതുപോലെ ട ഠ ഡ ഢ ണ ത ഥ ദ ധ ന പ ഭ ബ ഭ മ. അപ്പൊ ആ ലാസ്റ്റ് അനുനാസിക ആ ഇത് അതിൻ്റെ കൂടെ ഹ വരുമ്പം ആദ്യം നമ്മൾ അനുനാസിക പറഞ്ഞിട്ട് വേണം ഹ പറയാൻ. മനസ്സിലായില്ലേ? അപ്പൊ ബ്രഹ്മ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ ബ്രഹ്മ അല്ല ബ്രഹ്മ. ബ്രഹ്മവിദ്യായ. ഓക്കെ. അപ്പൊ ഇതാണ് ആദ്യത്തെ അധ്യായത്തിന്റെ ഒരു വിവരണം. നമുക്ക് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇത് അർജുന വിഷാദയോഗം എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര് തന്നെ. അപ്പൊ ഇവിടെ അർജുനന്റെ വിഷമങ്ങളാണ്. രണ്ട് സേനകളുടെയും മധ്യത്തിൽ കൊണ്ട് നിർത്താൻ പറഞ്ഞപ്പോൾ ഭഗവാൻ അതുപോലെ തന്നെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഇത് സ്വജനങ്ങളാണല്ലോ, ഇവരോടാണോ ഞങ്ങള് യുദ്ധം ചെയ്യാൻ ഒരുമ്പെട്ട് വന്നേന്നുള്ള ആ ഒരു. അപ്പൊ ആദ്യം ദേഹത്തൊന്ന് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് വർണ്ണിച്ചത്. സീതന്തി മമഗാത്രാണി എന്നൊക്കെ നമ്മൾ കണ്ടല്ലേ. ദേഹം ചുട്ടുപൊള്ളുന്നു, തളരുന്നു, ഗാണ്ഡീവം കയ്യിന്ന് പോകുന്നു എന്നൊക്കെയുള്ള ശ്ലോകങ്ങളായിരുന്നു നമ്മൾ കണ്ട്. അത് കഴിഞ്ഞപ്പോൾ ദേഹത്തിന്റെ കഴിഞ്ഞപ്പോൾ പിന്നെ ഭഗവാന്റെ അടുത്ത പറയാൻ തുടങ്ങി. എന്തുവാ? നിമിത്തങ്ങൾ കാണുന്നു, അത് നല്ല നിമിത്തങ്ങളല്ല, ദുശകനങ്ങളാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അടുത്തത് കാര്യങ്ങൾ പറയാൻ. അപ്പം ഈ രാജ്യവും സുഖവും ഒന്നും എനിക്ക് വേണ്ട, എനിക്കെന്നാണ് ആദ്യം എല്ലാം പറയുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയാണോ ഇതെല്ലാം നമ്മളെ യുദ്ധം ചെയ്യാൻ വന്നത്? അവരൊക്കെ തന്നെയാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. ഇവരുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ സ്വജനങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാനസികമായിട്ട് പോയി. നമുക്ക് വേണ്ടത് മാനസിക ബലമാണ്, കായബലവും ബുദ്ധിബലവും അല്ല. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് മാനസിക ബലമാണ്. ആ മാനസിക ബലം കിട്ടണമെങ്കിൽ നമ്മൾ ശാസ്ത്രം തന്നെ പഠിച്ചു പോകണം. അപ്പം അങ്ങനെ ഇവരെ കുറിച്ച് അത് കഴിയുമ്പം പിന്നെ കുലങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നിമിത്തങ്ങൾ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കുലക്ഷയം സംഭവിക്കുമ്പം അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ കുലക്ഷയം സംഭവിക്കുമ്പം ധർമ്മം പോകുന്നു, ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നു, സ്ത്രീകൾ പിന്നെ വർണ്ണസങ്കരം സംഭവിക്കുന്നു. അല്ലെ, ഓരോന്നോരോന്ന് ഭഗവാനോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അധർമ്മം കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ രാജ്യത്ത് വർണ്ണസങ്കരം സംഭവിക്കും. വർണ്ണസങ്കരം സംഭവിക്കുമ്പോൾ എന്താ? പിതൃക്കൾക്ക് തർപ്പണം ശരിയായ രീതി കിട്ടാതെ വരികയും അങ്ങനെയൊക്കെ മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ ദോഷമായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് അർജുനൻ വളരെ വിഷമിച്ച് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് തേരുതട്ടിൽ അമ്പും മെല്ലും എല്ലാം വെച്ചിട്ട് വിഷമിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടം വരെയാണ് അർജുന വിഷാദ യോഗം തന്നെ. അപ്പം വ്യക്തിയും വിഷാദവും യോജിക്കുമ്പോഴാണ് വിഷാദ രോഗം ഉണ്ടാകുന്നത്, ആ വിഷാദ യോഗം ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ആദ്യത്തെ അധ്യായം തന്നെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സാഖ്യയോഗം, അവിടെ തൊട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചു തന്നെ പോകണം. ഓരോ ശ്ലോകങ്ങൾ നമ്മൾ അറിഞ്ഞു തന്നെ പോകണം. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെ ജീവിക്കണം, അതാണ് ഞാൻ ഇത് മുമ്പും പറഞ്ഞതാണ്. നമ്മളൊരു ടിവിയും ഫ്രിഡ്ജും ലാപ്ടോപ്പൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്നൊരു മാനുവലും അടുത്തതൊന്ന് ഗ്യാരണ്ടി കാർഡ്. അല്ലെ, മാനുവൽ എന്ന് വെച്ചാൽ എങ്ങനെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഗ്യാരണ്ടി കാർഡ് 1 or 2 years അങ്ങനെ ഒരു ഗ്യാരണ്ടിയും കിട്ടും. അപ്പം ഭഗവത്ഗീത എങ്ങനെ ജീവിക്കണം എന്നുള്ള ഗ്രന്ഥമാണ്. നമ്മളത് പഠിച്ചു തന്നെ പോകണം. പിന്നെന്ന് വെച്ചാൽ ഗ്യാരണ്ടി, ഭഗവാൻ തന്നെ ഗ്യാരണ്ടി തരുവാണ്. ഭഗവാൻ ഓരോ ശ്ലോകങ്ങളും എടുത്തു പറയാം, നിങ്ങൾ എന്നെ ആശ്രയിച്ചോ, ഞാൻ നിങ്ങളുടെ എല്ലാം നോക്കിക്കോളാം. ഭഗവാൻ തന്നെ വാക്ക് തരികയാണ് നമുക്ക് ചെയ്യുന്നത്, വേറെ ആരുടെയും അല്ല, ഭഗവാന്റെ വാക്ക് തന്നെ. ഭഗവത്ഗീത തന്നെ ഭഗവാന്റെ പാട്ടാണ്. ഗീത എന്ന് വെച്ചാൽ പാട്ട്, ഭഗവാന്റെ തന്നെ പാട്ടാണ്. ഭഗവാന് വാച്ചായ, ഇനി അങ്ങോട്ടെല്ലാം ഭഗവാന് വാച്ചാന്നും പറഞ്ഞ എന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്നു അർജുനന്റെ സംശയങ്ങൾ ഭഗവാൻ അത് ക്ലിയർ ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ഡെയിലി രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകിട്ട് ലളിതാ സഹസ്രനാമവും ചൊല്ലുക. ഭഗവാനെ നമ്മൾക്ക് പ്രീതിപ്പെടുത്തണം, അല്ലേ. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഭഗവത്ഗീത പഠിച്ചു പോവുകയാണെങ്കിൽ ഒരാൾക്കാരും തളരത്തില്ല. നമ്മൾ ഒരു ഗ്രന്ഥം പഠിച്ചു തന്നെ നമ്മൾ പോകണം. നമുക്ക് ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളുണ്ട്, എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവാന്റെ തന്നെ വാക്കുകളാണല്ലോ ഭഗവത്ഗീത. അപ്പൊ ആ ഭഗവത്ഗീത പഠിച്ചു പോയാൽ മതി. നമ്മൾ ഇനിയിപ്പോ രണ്ടാമത്തെ അധ്യായം തൊട്ട് നമുക്ക് തന്നെ അറിയാം നമ്മൾ ആരാണെന്നും ഭഗവാൻ ആരാണെന്നും ഒക്കെ ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് തന്നെ ഒരു നല്ല കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഒരു
ഭയമോ ഒന്നും വരത്തില്ല. നമ്മൾ ആ ഒരു തീ കൂടെ നടന്നാലും പൊള്ളത്തില്ല, മുള്ളിക്കൂടെ നടന്നാലും കുത്തത്തില്ല എന്നൊക്കെ പറയുന്ന കൂട്ട് തന്നെ നമ്മൾ അറിയത്തില്ല, നല്ല രീതിയിലായിരിക്കും നമ്മളുടെ ലൈഫ് പോകുന്നത്. അപ്പം അതിന് ശാസ്ത്ര പഠനം തന്നെയാണ് വേണ്ടത്. അല്ലാതെ വെറുതെ അമ്പലത്തിൽ പോയി ഒരു വിശ്വാസഭക്തിയല്ല, ജ്ഞാനഭക്തിയാണ് വേണ്ടത്. അമ്പലത്തിൽ പോയി വഴിപാട് നടത്തി വരുന്നു, അതല്ല. മാതാപിതാക്കളോ ഒക്കെ പോയി വഴിപാടുകൾ നടത്തുന്നു, അതല്ല ശരിക്കും വേണ്ടത്. നമ്മൾ ആ ഭഗവാനെയാണ് നമ്മൾ മുറുക്കെ പിടിച്ചുകൊണ്ട് പോകേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം എല്ലാവരും നന്നായിട്ട് ശ്ലോകങ്ങൾ ഡെയിലി ചൊല്ലണം, അതൊരു ശീലമാക്കണം. 24 മണിക്കൂർ ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെ തന്നിട്ടുണ്ട്, ബുദ്ധിയും എല്ലാവർക്കും ഒരുപോലെ തന്നിരിക്കുന്നു. അതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കുറച്ച് സമയം നമ്മൾ സ്വാധ്യായം ചെയ്യണം എന്നും. അതൊക്കെ വരുന്നുണ്ട്, ഓരോ അധ്യായങ്ങളിൽ പറയുന്നുണ്ട് ഭഗവാൻ. നമ്മൾ ഡെയിലി സ്വാധ്യായം ചെയ്യണം. കുറച്ചു നേരം ഇപ്പൊ ഉപവാസം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വ്രതമൊക്കെ പിടിക്കും അല്ലെ. ഉപവാസം അതാണ് ശരിക്കും. എന്ന് വെച്ചാൽ തന്നെ ഉയരുവാണ്. അപ്പൊ വാസം ഭഗവാനുമായിട്ട്, ഭഗവാന്റെ അടുത്ത് വസിക്കുക. ആ ഭഗവാന്റെ അടുത്ത് വസിക്കുവാണെങ്കിൽ നമ്മൾ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും. പണം കൊണ്ടല്ല, അല്ലാതെ ആത്മീകമായിട്ട് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഭഗവാന്റെ അടുത്ത് വസിച്ച് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ നാമം ചൊല്ലിയും ഈ ശാസ്ത്രപാരായണം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ടും അതാണ് ഉപവാസം. ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് ഒത്തിരി കഴിക്കുവാണെങ്കിൽ നമുക്ക് ക്ഷീണമായിരിക്കും, ഉറക്കം വരും. അതുകൊണ്ടാണ് ആ ഒരു ആഹാരത്തിൽ ഒരു നിയന്ത്രണം വെച്ചിട്ട് ആ നാമജപവും ശാസ്ത്ര പഠനവുമായിട്ട് നമ്മൾ പോകേണ്ടത്. അതുപോലെ തന്നെ ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നന്നായിട്ട് അക്ഷരശുദ്ധിയോടെ വേണം ചൊല്ലാൻ. ചില്ലക്ഷരങ്ങൾ കയറി വരരുത്. മലയാളം ചൊല്ലുന്ന കൂട്ടായിരിക്കും 2 എണ്ണം 2 പറയുമ്പം അവിടെ ഒരു ലോ കയറിയൊക്കെ പറയാം, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആ ലെറ്റേഴ്സ് മാത്രമായിരിക്കണം. പിന്നെ അക്ഷരങ്ങൾ നന്നായിട്ട് ഊന്നി വേണം പറയാൻ. അപ്പം അങ്ങനെയൊക്കെയും കൂടെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. എന്നും ചൊല്ലി പോകണം. അതൊരു ശീലമായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ വരികളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് തന്നെ അർത്ഥം പതുക്കെ പതുക്കെ മനസ്സിലാകാൻ തുടങ്ങും. നമ്മുടെ ബുദ്ധി തെളിയുകയും ചെയ്യും. ഭഗവാൻ തന്നെ നമ്മൾ ഒരു പടി മുന്നിൽ വെച്ചാൽ മതി, ഭഗവാൻ 10 പടി മുന്നിലോട്ട് വലിച്ചോളും. അപ്പം നമ്മൾ ആധ്യാത്മികമായിട്ടും ഉയർന്നു തന്നെ വേണം പോകാൻ. ആ ഒരു പൊതുവേ ആൾക്കാർക്കൊരിതുണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുന്നെന്ന് കാണുമ്പോൾ ഒരു കളിയാക്കലും അതൊക്കെ. അതൊന്നും ശ്രദ്ധിക്കാൻ പോകണം. നമ്മൾക്ക് നമ്മളുടെ കാര്യം, നമ്മൾ പഠിക്കുക, നമ്മൾ മുന്നിൽ ഉയരുക, അതൊക്കെയാണ്. അപ്പം ജീവിതത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് തന്നെ പോകണം. ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഭജഗോവിന്ദത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ശ്ലോകമുണ്ട്. ഗേയം ഗീത നാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ച വിത്തം. എന്നുവെച്ചാൽ ഗേയം ഗീത നാമസഹസ്രം എന്നുവെച്ചാൽ ഇതൊരു നമ്മൾ നോർമൽ ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ്. ഇപ്പൊ ഗീതാനാമ സഹസ്രഗേയം എന്ന് വെച്ചാൽ ഭഗവത്ഗീതയും ശ്രീ വിഷ്ണു സഹസ്രനാമവും എന്നും ചൊല്ലണം. അതുപോലെ ധ്യേയം എന്ന് വെച്ചാൽ ധ്യാനിക്കണം. ആര്? ശ്രീപതി രൂപം അജസ്രം. ശ്രീപതി രൂപം ഭഗവാന്റെ രൂപം, മഹാവിഷ്ണുവിന്റെ രൂപം നമ്മൾ എപ്പോഴും ധ്യാനിക്കണം. അതുപോലെ നേയം സജ്ജന സംഗേ ചിത്തം. അപ്പൊ നമ്മളുടെ ആ ഒരു മനസ്സ്, ആ ഒരു ചിത്തം എപ്പോഴും നന്നായി തന്നെ പോകണം. സജ്ജനങ്ങളുമായിട്ടായിരിക്കണം, സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടായിരിക്കണം. പിന്നെ ദേയം ദീനജനായച്ച വിത്തം. വിത്തം എന്ന് വെച്ചാൽ പണം. അപ്പൊ അത് കൊടുക്കേണ്ടത് നമ്മൾ ദീനരായിട്ടുള്ള ആൾക്കാർക്ക് വേണം. അങ്ങനെ അല്ലാതെ ഉള്ളവർക്ക് കൊടുത്ത് പേരടിക്കുകയല്ല ചെയ്യേണ്ടത്. അർഹതപ്പെട്ടവർക്ക് വേണം ദാനം ചെയ്യേണ്ടത്, അങ്ങനെയുള്ളവർക്ക് വേണം. അപ്പൊ ഇതൊരു ഗൃഹസ്ഥാശ്രമേ പാലിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മൾ നാമം ചൊല്ലുക, ഭഗവത്ഗീത പഠിച്ചു പോവുക, അതുപോലെ തന്നെ ഭഗവത് രൂപം എപ്പോഴും ആ ഒരു മനസ്സിൽ കൊണ്ടു നടക്കുക. അതുപോലെ തന്നെ സജ്ജനസംഘം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടായിരിക്കണം നമ്മളുടെ ആ ഒരു കൂട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിത്തം എന്ന് വെച്ചാൽ നമ്മളുടെ ധനം നമ്മൾ കൊടുക്കേണ്ടത് ദയയുള്ളവർക്കാണ് ദാനം ചെയ്യേണ്ടത്, അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാലിച്ചു പോയാൽ മതി, നമ്മളുടെ ലൈഫ് തന്നെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കോളും. ഒരു വിഷമങ്ങളും ഒന്നുമില്ലാതെ. വിഷമങ്ങൾ നമ്മുടെ കർമ്മങ്ങളനുസരിച്ചൊക്കെ വന്നോളും, പക്ഷെ നമ്മളെ ബാധിക്കത്തില്ല. അതാണ് വലിയൊരു
ഭഗവാന്റെ ആ ഒരു നാമസങ്കീർത്തനം കൊണ്ടുള്ള ഭഗവാന്റെ ശാസ്ത്രപഠനം കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.